ഹലോ ഗൈസ്, ഈ വർഷത്തെ ഞങ്ങളുടെ വെക്കേഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഓഗസ്റ്റ് 2 അപ്പോൾ ഞങ്ങൾ ലഗേജും ഒക്കെ പാക്ക് ചെയ്തതിന് ശേഷം പോകാനായിട്ട് റെഡിയാകുന്നതിന് മുമ്പ് പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും മാക്സിമം ഒരേപോലത്തെ ഡ്രസ്സ് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ ഒരു ബ്ലൂ ഔട്ട്ഫിറ്റായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി റിയാദ് എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. പോകും വഴി നമുക്ക് സൗദിയിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് കേട്ട് പോകാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് എയർപോർട്ടിലെത്തിയപ്പോഴാണ് അവിടെ നല്ല തിരക്കാണ്. സൗദി എയർലൈൻസിലായിരുന്നുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഞങ്ങളങ്ങനെ ക്യൂ നിന്നപ്പോൾ കുട്ടികളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. നാട്ടിൽ ചെന്ന് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവരുടെ ആൻസറാണിത്. പിന്നെ ലഗേജൊക്കെ വിട്ടതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് പോയി ബോർഡിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയുടെ കൂടെയൊക്കെ ഒന്ന് കറങ്ങി. അങ്ങനെ ഞങ്ങൾ ബോർഡിങ് ചെയ്തപ്പോഴും അതുപോലെ തന്നെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സൗദി എയർലൈൻസിൽ എപ്പോഴും എന്തെങ്കിലും കളിക്കാനുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ചില ആക്ടിവിറ്റി സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇപ്പോസിനും ഇസയ്ക്കും രണ്ടുപേർക്കും ഓരോന്ന് കിട്ടി. ഇനിയിപ്പം അത് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോസും അമ്മയും കൂടെ ഒരു സൈഡിലും അതുപോലെ ഞാനും ഇസയും കൂടെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നുണ്ട്. അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് രസിക്കുകയാണ്. ഇതൊരു ടൈം പാസ്, നമുക്കൂടെ നല്ല ടൈം പാസ്സായിരുന്നു ഇവരെ ഇത് ഹെൽപ്പ് ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ. അങ്ങനെ ഞങ്ങൾ രണ്ട് കൂട്ടരും ഏകദേശമൊക്കെ റെഡിയാക്കി. അപ്പം അതിൻ്റെ ഫൈനൽ ഫോട്ടോസും അല്ലെങ്കിൽ അതിലെ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് ഇപ്പം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അവർ രണ്ടുപേരോട് ചെയ്ത സാധനം. ഞങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോ ഞങ്ങൾ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്കുള്ള ഫുഡ് വന്നു. ഏകദേശം ഒരു ലഞ്ച് ടൈം ആയിരുന്നു. അപ്പം ചെറുതായിട്ടുള്ളൊരു ഫുഡ് കിട്ടി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി ലഗേജൊക്കെ കളക്ട് ചെയ്യണം. അതാണല്ലോ ഇനിയിപ്പം ഇവിടെ വന്നു കഴിഞ്ഞുള്ള മെയിൻ പരിപാടി. അങ്ങനെ ലഗേജ് വരുന്ന കൺവെയറിൻ്റെ അടുത്ത് പോയി ചുറ്റിരുന്ന് നമ്മുടെ ലഗേജ് നോക്കി നമ്മൾ നിന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ലഗേജ് കിട്ടുകയുണ്ടായി. അങ്ങനെ ലഗേജിൻ്റെ പുറത്തിരുന്നാണ് ഇപ്പൂസ് വരുന്നത്. അകിൽ തള്ളിക്കൊണ്ട് വരുന്നു. അതുപോലെ ഞാൻ തള്ളുന്ന ട്രോളിയിൽ ഈസക്കൊട്ടനും കയറിയിട്ടുണ്ട്. ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല കണക്ക് ജനങ്ങൾ വന്നിട്ടുണ്ട്. ഇതുപോലെ പ്രവാസികളായിട്ട് ഞങ്ങളെപ്പോലെ എത്തുന്നവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളങ്ങനെ കാറിൽ കയറി കൊച്ചിയുടെ ചെറിയ ചെറിയ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെ അമ്മയും പെങ്ങളും പെങ്ങളുടെ മക്കളും എല്ലാവരും കൂടെ ഞങ്ങളെ നല്ലോണം സ്നേഹിച്ചു. അതാണ് വെക്കേഷൻ.